വല്യമാമയെ കണ്ടില്ലെന്നും പറഞ്ഞ് രണ്ടാക്കും വലിയ വിഷമം. എന്താണ് കൊല്ല എത്രയല്ല അവള്? പറയടി വല്യമാമയോട്. 3ലേക്ക്. ഇവള് പഠിക്കാൻ മിടുക്കിയ. ഇവളെയും ചേർക്കണ ഇക്കൊല്ലം. ആ കൊല്ല ഉണ്ണിമോനെയും ചേർക്കണം. വീട്ടിലെ ശല്യം കുറയൂല്ലോ. എന്റെ മക്കളെ കൊണ്ട് ഒരു ശല്യം ഇല്ല. ഇവള് കലാകാരിയാ, പാട്ടൊക്കെ പാടും. വല്യമാമയ്ക്ക് ഒരു പാട്ട് പാടി കൊടുക്കുമോളെ. രണ്ടിനും എന്നെയും ദിവാകരേട്ടനെക്കാളും ഇഷ്ടം വല്യമാമയാ. ഞാൻ പറഞ്ഞു 2 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവിടെ നിന്നോളെ. നിന്നോട്ടെ. മക്കൾക്ക് നിക്കണോ വല്യമാമയുടെ കൂടെ? വേണ്ട. അപ്പൊ നീ പറയാറുള്ളത് നിക്കണോന്ന്? എന്താ എടുത്തി പാത്രത്തിൽ മൂടിക്കൊണ്ടുവരണത്? ഇത്തിരി അവല് നനച്ചതാ. ആ കുട്ടികൾക്ക് കൊടുക്കടി. വല്യമായ അവല് തരും. കുട്ടികൾക്ക് താഴെ കൊടുക്കാം. അങ്ങോട്ട് വന്നോട്ടെ. വേണ്ട, എന്റെ മക്കൾ അവല് കാണാണ്ട് കിടക്കൊന്നല്ല. ഒളിച്ചു കൊണ്ടുവന്നല്ലേ, തിന്നോ. ആരെ ഒളിച്ചു? നിന്നെ നിന്റെ പിള്ളേരെയാ. കഷ്ടാണ് അമ്പിയെ അങ്ങനെ പറയണത്. വടി. ഇനി എന്നോട് ചോദിക്കാതെ ഒരു സാധനം ഇവിടുന്ന് തിന്നിട്ടുണ്ടെങ്കിൽ അറിയാം. അവളൊരു പൊട്ടിക്കാളിയെന്നറിയില്ലേ നിനക്ക്? അവളറിഞ്ഞു ഇത് നമ്മുടെ ഉച്ചയൂണെന്ന്. നളിനിയോ? അവൾ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണം. അത് കണ്ട ഇനി അവിടെ ബഹളാവോ? എടുക്ക. കഴിക്കടി. കരിമിക്ക 1 കിലോ എല്ലില്ലാണ്ട്. ആരാ ബിരുന്നാര്? അമ്പികടത്തിയും ഭർത്താവ് വന്നിട്ടുണ്ട്. അതോ എന്ന് വന്ന്? 3-4 ദിവസമായി. കരീമേ, കുറിച്ചു വെച്ചോ. ഈ മാസത്തെ പലിശ കാശ് കുറയ്ക്കാം. അപ്പൊ കാണാം. ശരി. എന്റെയും ഇങ്ങടെ ഏട്ടന്റെ ഒക്കെ കായ കൊണ്ട് തിന്നണ ഹമുക്കാണ്.